ഹൈക്കോടതിക്ക് മുന്നിൽ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് മുന്നിലെത്തിയ ഒരു കത്തിനെ കുറിച്ച് ദേവസ്വം ബോർഡ് ഉത്തരം നൽകണം എന്നതിനെക്കുറിച്ച് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മളോടൊപ്പം ഗസ്റ്റായിട്ട് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ എൻ വാസുവാണ്. അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ശ്രീ വാസു, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരു ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ചകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. താങ്കളും ഈ പറഞ്ഞ വർഷങ്ങളിൽ അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആള് തന്നെയാണ്. അപ്പോൾ ഒരു കത്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച കത്തിനെ കുറിച്ചാണ്. ശരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വ്യക്തമായിട്ട് അറിയാമോ? ഞാൻ പറഞ്ഞോട്ടെ. ഇതില് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഇപ്പോഴുള്ള വിഷയം, സ്വർണ്ണപ്പാളി വിഷയം എന്ന് പറയുന്നത് 2019 ജൂലൈ മാസത്തിൽ ആണ് ഇത് സംബന്ധിച്ച തീരുമാനവും ഇത് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഇത് തിരികെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകുന്നത് 2019 നവംബർ മാസത്തിലാണ്. അതിനു മുൻപ് കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞത് 2019 മാർച്ച് 14-നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ പീരീഡിലാണ് ഈ പറയുന്ന സംഗതി. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പീരീഡിലല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയത്തില്ല. അത് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. പിന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവിൽ പരാമർശിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി 2019 ഡിസംബർ മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയച്ച ഒരു ഇമെയിൽ. ആ ഇമെയിൽ ഞാൻ പെട്ടെന്ന് വായിക്കാം. ഐ ആം ഉണ്ണികൃഷ്ണൻ പോറ്റി റിസൈഡിങ് ഇൻ ബാംഗ്ലൂർ. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഐ ഹാവ് സം ഗോൾഡ് ബാലൻസ് ഇൻ മൈ ഹാൻഡ് ആഫ്റ്റർ ഫിനിഷിംഗ് ദ ഗോൾഡ് വർക്ക് ഓഫ് ശബരിമല സാങ്ക്ടം സാങ്ക്ടോറം മെയിൻ ഡോർ ആൻഡ് ദ്വാരപാലകാഡ്സ്. ഐ വുഡ് ലൈക്ക് ടു യൂസ് ഇറ്റ് ഫോർ എ ഗേൾസ് മാരേജ് who needs support and genuine in coordination with the Travancore Devasam Board. Please give your valuable opinion in this regard. അപ്പം അയാളുടെ കയ്യിൽ കുറച്ച് സ്വർണം അധികമുണ്ട്. അത് ഒരു നിർധനയായ ഒരു യുവതിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വിലയേറിയ അഭിപ്രായം തരണം എന്ന് പറഞ്ഞാണ് ഇമെയിൽ വരുന്നത്. അപ്പം ഇതിലെ മാഡം ചോദിച്ച ഒരു വിഷയം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് ഔപചാരികമായുള്ള ഒരു അറിവും ബന്ധവുമില്ല. അയാൾ ദേവസ്വം ബോർഡിലും പിന്നെ ശബരിമലയിലും ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അവിടെ ഈ അന്നദാനത്തിനുമൊക്കെ ഇയാൾ നേരത്തെ സഹായം നൽകിയിട്ടുണ്ട്. അയാൾ 2016 മുതൽ അവിടെ ബന്ധപ്പെടുന്ന ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ കാലയളവിലൊന്നും ഇയാളെ സംബന്ധിച്ച് സംശയാസ്പദമായി യാതൊരു സാഹചര്യമില്ല. ഇപ്പോഴീ വന്നിട്ടുള്ള പിന്നെ വിഷയങ്ങളെന്നൊക്കെ ഈ ഒന്ന് കഴിഞ്ഞ ഒരു മാസത്തിനോ 2 മാസത്തിനോ ഇടയ്ക്ക് വന്നിട്ടുള്ള പിന്നെ പരാതികളും വിഷയങ്ങളുമാണ് ഇതെല്ലാം. അന്ന് അയാളെ സംബന്ധിച്ച് അയാളുടെ ക്രെഡിബിലിറ്റിയെ പറ്റി യാതൊരു സംശയവും അന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഇമെയിലിൽ ഞാനെടുത്ത നടപടി എന്ന് പറയുന്നത്, ഇത് തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല എന്നിവരുടെ അഭിപ്രായം വാങ്ങണം. ഇത് മാത്രമാണ് ഇതിൽ എഴുതിയത്. ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ഒരു ഇമെയിൽ ലെറ്റർ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട സ്വാഭാവികമായ പിന്നെ ഒരു കാര്യം, ഒരു നടപടി ബന്ധപ്പെട്ടവരുടെ അഭിപ്രായം വായിക്കണം. ഇത് മാത്രമാണ് എഴുതിയത്. അന്ന് ഇയാളെ സംബന്ധിച്ച് ഒരു സംശയവും ഒരു ആരോപണവും അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പറയാമോ? ഒരു കാര്യം കൂടി, ഈ കത്ത് വന്നത് ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അത് വന്ന സമയം അത് കൃത്യമായിട്ട് വെളിപ്പെടുത്താം. 2019 ഡിസംബർ 3:03 AM-നാണ് ഈ മെയിൽ ഇട്ടേക്കുന്നത്, സമയം ഇട്ടേക്കുന്നത്. ഇത് അന്ന് 9-ാം തീയതി ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ തപാലുകളുടെ കൂട്ടത്തിൽ ഇതും കൊണ്ടുവന്ന് വെക്കുന്നു. നിരവധി തപാലുകളുടെ കൂട്ടത്തിൽ ഇത് കൊണ്ടുവെക്കുന്നു. അതിൽ ഒരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് വെറുതെ എടുത്ത് കളയാനൊക്കത്തില്ലല്ലോ. അത് ബന്ധപ്പെട്ടവരുടെ അഭിപ്രായം വാങ്ങണം എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അല്ല, അതിലൊരു സംശയം. ശരിക്കും നമ്മളിപ്പോൾ ഈ പറയുന്നത് കാര്യം ഈ സ്വർണ്ണപ്പാളി വിഷയത്തെ കുറിച്ചാണല്ലോ. അതെങ്ങനെ ചെമ്പായി മാറ്റി എന്നാണല്ലോ. ഇങ്ങനെ ഇപ്പോൾ ഒരു നിർധനയായ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ബാക്കി വന്ന സ്വർണം അത് ഉപയോഗിക്കാമോ എന്നുള്ളൊരു ചോദ്യമാണ്. ശരിക്കും അങ്ങനെ ഒരു ചോദ്യം വരാൻ പാടുണ്ടായിരുന്നോ? അങ്ങനെയൊക്കെയുള്ള ഒരു ചട്ടങ്ങളൊക്കെ ഉണ്ടോ? ഒരു ചട്ടങ്ങൾ മറികടന്നുള്ള രീതിയല്ലേ അതും?
അല്ല, അന്ന് ഈ വിഷയമില്ല മാഡം, മനസ്സിലാക്കേണ്ടത്. ഈ മെയിൽ കിട്ടുന്ന സമയത്ത് ഈ വിഷയങ്ങളൊന്നും ഇല്ല. ദേവസ്വം ബോർഡിന്റെ സ്വർണം അപഹരിച്ചതായിട്ട് ഒരാരോപണവും അന്ന് നിലവിലില്ല. ഈ തൂക്കത്തിൽ വന്ന വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. അന്ന് ഇത്തരം ഒരു വിഷയങ്ങളും ദേവസ്വം ബോർഡിന്റെ മുന്നിലില്ല ഈ സമയത്ത്. അപ്പൊ സ്വാഭാവികമായി ഇങ്ങോട്ട് മെയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് നശിപ്പിക്കാനൊക്കെയല്ലോ. അതിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു സംശയം ശ്രീ വാസു, അതായത് ഈ കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബാക്കി സ്വർണം എന്റെ കയ്യിലുണ്ട്. അത് ആ കത്തിൽ ഉറപ്പാണല്ലോ. ആ ഒരു കത്ത് താങ്കൾ കണ്ടതുമാണ്, താങ്കൾക്ക് മുന്നിൽ എത്തിയതുമാണ്. അത് പിന്നീട് എന്ത് ചെയ്തു? അതെ അതെ അതെ. ഹലോ ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, അത് പറയാം. ഞാനത് വളരെ വ്യക്തമായി പറയാം. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം സ്വർണം എടുത്ത് ആണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെയ്യുന്നത് എന്നായിരുന്നു അന്നുണ്ടാക്കിയ കരാറ്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് കുറെ സ്വർണം ശേഖരിച്ച് അത് പൂർത്തിയാക്കിയതിന് ശേഷം ബാക്കി സ്വർണം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അയാളുടെ വകയാണ്, ദേവസ്വത്തിൻ്റെ വകയായിട്ട് വന്നിട്ടില്ല. അത് അയാളുടെ വകയായിട്ടുള്ള അയാൾ സംഭരിച്ച സ്വർണത്തിൽ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഈ കാര്യത്തിന് ഉപയോഗിക്കണോ എന്നുള്ള അഭിപ്രായമാണ് അത് ഈ പറഞ്ഞത്. അപ്പം അത് ദേവസ്വത്തിൻ്റെ സ്വർണ്ണമല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കത്ത് കിട്ടുന്ന സമയത്ത് ദേവസ്വത്തിൽ ഏതെങ്കിലും അപഹരണം അയാൾ നടത്തിയതായിട്ട് യാതൊരു അലിഗേഷനും ഒന്നില്ല, അന്നുമില്ല, അതിനുശേഷം വർഷങ്ങളും ഇല്ല, ആയിട്ടുമില്ല. അലിഗേഷൻ ഇല്ല, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണമാണ് എന്ന് പറഞ്ഞ് ഇതിൽ എത്രത്തോളം മാറി നിൽക്കാൻ പറ്റും? കാരണം കോടതിക്ക് മുന്നിൽ ഇത് വില പോകില്ലെന്നേ. ഈ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഹൈക്കോടതി പല കാര്യങ്ങളും മുന്നിലേക്ക് പറഞ്ഞത്. കോടതിക്ക് സംശയമുള്ളൊരു കത്താണിത്. അതെ അതെ, അത് തന്നെ. ഞാനതിൽ ഈ കത്ത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഞാൻ വായിച്ചതാണല്ലോ ഈ കത്തെന്ന് പറയുന്നത്. ഞാനതിൽ വായിച്ചതാണല്ലോ ഞാൻ അതിൽ എഴുതിയേക്കുന്നതും. ഇത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. ഇതിൽ ഈ സമയത്ത് അയാൾ ഉപയോഗിക്കുന്ന ഈ സ്വർണത്തെപ്പറ്റി ഏതെങ്കിലും സംശയിക്കത്തക്ക ഒരു സാഹചര്യം വന്നില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഞാൻ സംശയം വരാഞ്ഞത്? ശരിക്കും ഈ കത്തിൽ പറയുന്നുണ്ട്, ആ കത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദ്വാരപാലകർ, ആ പേര് താങ്കൾക്ക് ഉറപ്പായിട്ടും ഉണ്ട് എന്നറിയാമല്ലോ. അതിൽ ആ സ്വർണം എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാ? അതെ 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 അതെ. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നത് അയാളുടെ സ്വന്തം സ്വർണം ഉപയോഗിച്ചെന്നാണ് അന്നത്തെ കരാറ്. അപ്പം അതിനുവേണ്ടി അയാൾ സ്വന്തം സ്വർണം ഉപയോഗിച്ചതിൽ ബാക്കി വന്നതെന്നാണ് ഇതിൽ കിടക്കുന്നത്. അന്ന് അങ്ങനെ എന്നുള്ളതാണ് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അത് എങ്ങനെയാണ് വന്നത് എന്ന് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണം എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഇല്ല, അത് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണമെന്നല്ല. അന്ന് ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വന്തം സ്വർണം ഉപയോഗിച്ച് ദ്വാരപാലക ശില്പങ്ങൾ പൂശാനാണ് അന്ന് തീരുമാനമെടുത്തത്. അതിനാണ് അയാൾക്ക് അനുമതി കൊടുത്തത്. അപ്പോൾ അയാളുടെ സ്വന്തം സ്വർണത്തിൽ ബാക്കിയുണ്ടായിരുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അത് ദേവസ്വത്തിൻ്റെ സ്വർണ്ണമല്ല അന്ന് ഈ പറയുമ്പോൾ. ഇപ്പോൾ നമ്മൾ പിന്നീട് ഇപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴാണ് കഴിഞ്ഞ കാര്യത്തെപ്പറ്റി പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമുക്ക് അങ്ങനെ സംശയം തോന്നുന്നത്. ശരി, എന്തായാലും ഇങ്ങനെ ഒരു കത്ത് താങ്കൾക്ക് ലഭിക്കുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഇന്ന ഇടങ്ങളിലൊക്കെയാണ് സ്വർണം പൂശേണ്ടത്, അതിൽ ബാക്കിയുള്ളത് എന്റെ കയ്യിലുണ്ട്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണ് എന്ന് താങ്കൾ പറയുന്നു. ഓക്കെ, അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ് ഇത് മൊത്തവും. ഒരു ഇമെയിൽ താങ്കൾക്ക് ലഭിച്ചല്ലോ, അത് കഴിഞ്ഞ് താങ്കൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനുശേഷം എന്ത് നടപടി വന്നു? ഒരു നടപടി അതിനുശേഷം ഉണ്ടായിട്ടില്ല എൻ്റെ അറിവിൽ. കാരണം ഇപ്പോൾ തുടർന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡായി പോയി, അതിനുശേഷം കോവിഡായിരുന്നു, ഇങ്ങനൊരു ഈവൻറ്റ് നടന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനോ ദേവസ്വം ബോർഡോ അങ്ങനെ ഒരു ഈവൻറ്റുമായിട്ട് പിന്നെ സഹകരിച്ചിട്ടുമില്ല. ഇങ്ങനെ ഒരു മെയിൽ വന്നു, ഞാനത് തിരുവാഭരണം കമ്മീഷണറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അഭിപ്രായത്തിൽ അയച്ചു. അതല്ല, തുടർന്ന് അതിലെ യാതൊരു സംഗതിയും എൻ്റെ അറിവിൽ നടന്നിട്ടില്ല. ഈ ഇങ്ങനെ ഒരു മെയിൽ വന്നതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെട്ടിരുന്നോ? എന്തായി ഈ നടപടി? ഞാനൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്, അതിന്റെ നടപടി എന്താണ് എന്ന് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ ബന്ധപ്പെട്ടു? ഉണ്ണികൃഷ്ണൻ ഇല്ല,
ഇല്ലില്ല, ബന്ധപ്പെട്ടിട്ടില്ല. എന്നോട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊന്നല്ല, ഒരു കാര്യത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. ഈ മെയിൽ അയക്കുന്നതല്ലാതെ ഒരു കാര്യത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. എനിക്ക് അയാളുമായിട്ട് അങ്ങനെ ഒരു പിന്നെ എന്താ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷനും അത്തരത്തിലുണ്ടായിട്ടില്ല, നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ശരി, അത് മനസ്സിലാക്കുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇമെയിൽ സംബന്ധിച്ച് ഈ ഒരു ഇമെയിൽ അത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിൽ വേണമെന്ന് പറയുന്നുണ്ട്. താങ്കളുടെ പേരും കൂടി വന്ന സാഹചര്യത്തിൽ അന്വേഷണവുമായിട്ട് സഹകരിക്കുമോ? തീർച്ചയായും സഹകരിക്കും. കാരണം ഇതിലെ ഒന്നും എനിക്ക് ഒളിച്ചു വെക്കാനില്ല. വളരെ സുതാര്യമായിട്ടുള്ള പിന്നെ നടപടികൾ മാത്രമാണ് ഇതിനകത്ത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാഡം മനസ്സിലാക്കേണ്ടത്, ഇത് ഇപ്പോഴാണ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം സംശയം വരുന്നത്. അന്ന് ഇതുള്ള യാതൊരു സംശയവുമില്ല. എൻ്റെ കാലത്തുമില്ല. എനിക്ക് ശേഷം 2 പ്രസിഡന്റുമാർ വന്നു, പല കമ്മീഷന്മാർ വന്നു. അപ്പോഴൊന്നും ഈ സംശയം വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത് വരുന്നത്. അയാൾ കൊള്ളാവുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മറ്റ് പിന്നെ ഷേഡി ക്യാരക്ടറായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ, അതായത് 2019 സാഹചര്യത്തിൽ അത്തരം ഒരു സംശയത്തിനും ഇടയില്ല. ആ സ്വർണം അയാളുടെ വക സ്വർണം അയാൾ ഏതെങ്കിലും ഇന്ന ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു തന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതിൽ തന്നെ കാലയളവിൽ നടന്ന ഓരോന്നും ശരിക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കുമല്ലോ താങ്കൾ. സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, 2019 അത് ചെമ്പ് പാളികളാണ് എന്ന് പറയുന്നു. താങ്കൾക്ക് എന്താണ് ഇതിൽ അഭിപ്രായം? ഇല്ല, അതിൽ പിന്നെ ഞാൻ പറയാം, ചെമ്പുപാളി എനിക്ക് വിഷ്വലായിട്ട് എനിക്ക് നോക്കിയപ്പോൾ ഉള്ള ഒരു പിന്നെ ഒരു ഇമ്പ്രഷൻ എന്തായിരുന്നു എന്നാണ് മാഡം ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ മാത്രമല്ല, ശബരിമലയിലെ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ അന്ന് അവിടെ ഒന്നും തൊഴുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു സംശയം ഉണ്ടായിട്ടില്ല. എന്തിന് നമ്മുടെ മീഡിയക്കാർ, ശബരിമലയിലുള്ള പ്രത്യേകത, മീഡിയക്കാരവിടെ സ്ഥിരമായി റൂം അലോട്ട് ചെയ്ത് താമസിക്കുന്നുണ്ട്. അവർ തന്നെ എല്ലാ ദിവസവും അവിടെ ഒന്ന് തൊഴുന്നതാണ്. ഒരു ഭാഗത്തു നിന്നും ഇത്തരം ഒരു സംശയം അന്ന് ഉന്നയിച്ചിട്ടില്ല. ചെമ്പായിരുന്നു, സ്വർണമായിരുന്നു, നമുക്ക് നോക്കുമ്പോൾ തിളങ്ങി കാണുന്നു. ചെമ്പും പിന്നെ പോളിഷ് ചെയ്ത് വെച്ചാൽ കൃത്യമായിട്ടും സ്വർണമാണോ ചെമ്പാണോ എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആ ഒരു സ്ഥാനത്തിരുന്നുള്ള ആള് കൂടിയല്ലേ താങ്കൾ. അപ്പോൾ അന്നൊരു ഇങ്ങനെയുള്ള സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് തിളങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതെ, എൻ്റെ നോട്ടത്തിലുള്ള കാര്യം എനിക്കറിയാം. അത് കൂടുതൽ അതിനെപ്പറ്റി ആലോചിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് മാഡം മനസ്സിലാക്കുക. കാരണം അങ്ങനെ ഒരു സംശയമില്ല. അത് സ്വർണ്ണമല്ലായിരുന്നോ, അതല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ടാമ്പറിങ് ഉണ്ടായിരുന്നോ ഒരു സംശയം അന്ന് വരുന്നില്ല. പ്രത്യക്ഷത്തിൽ അതൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. അതിന്റെ രേഖകൾ സ്വാഭാവികമായിട്ടും ശ്രീവാസു, അതിന്റെ രേഖകൾ ഉണ്ടായിരിക്കുമല്ലോ. അവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്ഥാനത്തേക്കും മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കും വരുന്ന താങ്കൾ അത് സ്വർണമാണോ ചെമ്പാണോ എന്ന് കൃത്യമായിട്ട് അറിയേണ്ട വ്യക്തിയല്ലേ? ഇല്ല, വേറൊരു കാര്യമുണ്ട്. അവിടെ പലവർക്കും മല്ലിയ 1998 സ്വർണം പൂശിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം പരിശോധിക്കാനുള്ള സംവിധാനം അവിടെ ആൾറെഡി ഉണ്ട്. പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സംവിധാനമുണ്ട്. തിരുവാഭരണം കമ്മീഷണർ എന്ന് പറയുന്ന വളരെ ഉയർന്ന ഒരു പോസ്റ്റുണ്ട്, കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹമാണ് ഇതെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ രേഖകൾ പിന്നെ സൂക്ഷിക്കുന്നതും ഇതിൻ്റെ മെയിൻ്റനൻസും ഇതെല്ലാം തിരുവാഭരണം ദേവസ്വം മാനുവൽ ഇല്ലാതെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഈ തിരുവാഭരണം കമ്മീഷൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ബോർഡ് സെക്രട്ടേറിയറ്റിൻ്റെ നേരിട്ട് കീഴിൽ വരുന്നയാളാണ്. അയാളാണ് ഇക്കാര്യങ്ങളെല്ലാം നോക്കുന്നത്. മറ്റെന്തെങ്കിലും ബോർഡ് പ്രസിഡന്റ് എൻ്റെ മുന്നിൽ ഒരു പരാതിയോ ഒരു സംശയമോ വന്നാൽ തീർച്ചയായും അന്നേരം ഇടപെടണം. അത്തരം ഒരു ദേവസ്വം വിജിലൻസ് കണ്ടുപിടിച്ച ഇമെയിൽ ആണല്ലോ ഇപ്പോൾ ഹൈക്കോടതിയിൽ വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ കാര്യം കൂടി, ഇപ്പോൾ ഈ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ചോദ്യങ്ങൾ താങ്കളെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നോ? ഇതുവരെയും ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഞാനിത് അവർക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തേനല്ലോ. എന്നോട് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ആ സംഗമം, അതിൽ ഈ ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചു എന്നുള്ളൊരു വിവരം താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതിനെക്കുറിച്ച് കൂടി എന്താണ് പറയാനുള്ളത്? ഉണ്ട്. ഇല്ല, ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡും സർക്കാരും സതുദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു ഈവൻ്റാണ്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല. ഞാൻ എന്തായാലും അതിൽ പങ്കെടുത്തിരുന്നില്ല.
എനിക്കതിനെ അതിൻ്റെ ഔട്ട്കം എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഒരു ഗുണമുണ്ടായിട്ടുണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ടോ? ഇല്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ അതിനെപ്പറ്റി അതിന് ഗുണമുണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ ദോഷമാണോ എന്നുള്ളതിനെ പറ്റി ഞാൻ വിലയിരുത്തിയിട്ടില്ല. അത് ഇനിയുള്ള തുറന്നുള്ള ദിവസങ്ങളിൽ ഇതിന്റെ സംഘാടകർ തന്നെയാണ് അത് വ്യക്തമാക്കേണ്ടത്. എന്റെ അറിവിൽ അത് എന്തൊക്കെയാണ് അതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. ഓക്കെ, മനസ്സിലാക്കുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ എൻ വാസു മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചതിന്.